ഓം ശാന്തി. വീണ്ടും വീണ്ടും നമ്മൾ അപമാനിക്കുന്ന ചില ആളുകളുമായിട്ട് ചിലപ്പോൾ കുറച്ച് കാലം നമുക്ക് കഴിയേണ്ടിയൊക്കെ വരാറുണ്ട്. പലരും പറയാറുണ്ട്. പ്രത്യേകിച്ച് ജീവിതം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റപ്പെടുമ്പോൾ ചില ഓഫീസുകളിൽ കല്യാണം കഴിഞ്ഞ് ചില വീട്ടിൽ ചെന്ന് കയറുന്ന പെൺകുട്ടികൾക്ക് അഥവാ അമ്മായിയമ്മമാർക്ക് ഇങ്ങനെ പല സാഹചര്യങ്ങളിലും കുടുങ്ങിപ്പോവും. അവർ എന്തോ ഒരു ലക്ഷ്യം, അവർക്ക് നമ്മൾ അപമാനിക്കുക എന്നുള്ളതൊരു സന്തോഷം പോലെ വീണ്ടും വീണ്ടും നമ്മൾ അപമാനിക്കുന്ന പല ആളുകളെയും പല സന്ദർഭങ്ങളെയും കുരുങ്ങാറുണ്ട്. ഇങ്ങനെ വീണ്ടും വീണ്ടും അപമാനിതരായി മാറേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെ അത്തരം സാഹചര്യങ്ങൾ അതിജീവിക്കാം? ഇത് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിനമേറിയ ഒരു ദിവസങ്ങളായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഒരുപാട് കാലം എന്തായാലും അത്തരം കഴിയേണ്ടി വരില്ല ആർക്കും. കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു ട്രാൻസ്ഫർ അഥവാ ഒരു ചേഞ്ച് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. എന്നാൽ ആ കാലഘട്ടം ഉണ്ടല്ലോ, നിരന്തരമായിട്ട് അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു മനുഷ്യൻ തളർന്നു പോകും. മാനസികമായും ശാരീരികമായും തളരുന്നതുകൊണ്ട് തന്നെ രോഗങ്ങൾ അവരെ ബാധിച്ചെന്ന് വരും. ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ യുക്തിയുക്തമായിട്ടും ശക്തിശാലിയായും കടന്നു പോയില്ല എങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് പോവുക തന്നെ പ്രയാസമെന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ സമൂഹത്തിൽ നമ്മൾ മഹാത്മാക്കൾ എന്ന് പറയുന്നവർ, വിജയികൾ എന്ന് പറയുന്നവർ, അഥവാ നമ്മൾ ആദരിക്കുന്ന ദിവ്യാത്മാക്കൾ, അവരുടെ എല്ലാം ജീവചരിത്രം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഒരു കാര്യം ഞാൻ എല്ലാവരുടെ ജീവിതത്തിലും കോമൺ ഫാക്ടറായിട്ട് കണ്ടത്, നിരന്തരമായിട്ട് അപമാനിക്കാനുള്ള ഒരു കൂട്ടം ആളുകൾ എന്നും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു തമാശ, നമ്മൾ പറയാറില്ലേ, ഓടുന്ന യന്ത്രത്തിന് തേയ്മാനം ഉണ്ടാവാറുള്ളൂ എന്ന്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ കുറ്റം കേൾക്കേണ്ടി വരുള്ളൂ. അഥവാ ആരെങ്കിലും പറയുക എന്നെ ആരും കുറ്റം പറയാറില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നായിരിക്കും തിരിച്ചുള്ളതായിരിക്കുന്ന മറുപടി. ഈവൻ ബ്രഹ്മബാബയെ പോലും നിരന്തരമായിട്ട് വിമർശിക്കുന്ന ആളുകളുടെ ഹിസ്റ്ററി ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണനെ പോലും വെറുതെ വിട്ടിട്ടില്ല, ശ്രീരാമനെ വെറുതെ വിട്ടിട്ടില്ല, പിന്നെ വേണ്ട മനുഷ്യന്മാരെ. അതുകൊണ്ട് ഒരു ധർമ്മപിതാക്കന്മാരെയും ആരും വെറുതെ വിട്ടിട്ടില്ല, ഒരു ധർമ്മ ഗുരുക്കന്മാരെ ആരും വെറുതെ വിട്ടിട്ടില്ല, ദേവാത്മാക്കളെ വെറുതെ വിട്ടിട്ടില്ല, പിന്നെ മനുഷ്യാത്മാക്കളായ നമ്മുടെ കാര്യം. അതുകൊണ്ട് ഒരു കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കട്ടിക്കാർമേഘം കുറച്ച് നാളത്തേക്കുള്ളതാണ്. ഇത് കഴിഞ്ഞാൽ എൻ്റെ സൂര്യൻ തീക്ഷ്ണമായി ഉദിക്കാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ആകാശത്ത് കട്ടിക്കാർമേഘം വന്ന് മഴക്കാറ് കൊണ്ട് മൂടുമ്പോഴാണ് അത് കഴിഞ്ഞ ശേഷം തെളിഞ്ഞ ആകാശത്തിൽ നല്ല സൂര്യൻ, ആ സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യൻ്റെ കിരണങ്ങൾ തട്ടുന്ന ഓരോ ഇലകൾ പോലും കുളിച്ചു തോർത്തി നിൽക്കുന്നതിൻ്റെ ആനന്ദത്തിൽ വെള്ളി വെളിച്ചം വെതറിയതായിട്ടുള്ള ഓലകൾ പോലെ, തെങ്ങിൻ്റെ ഓല നോക്കുമ്പോൾ വെള്ളി വെളിച്ചം വന്ന പോലെ ഇലകൾക്കൊക്കെ ഒരു പ്രത്യേക തിളക്ക്, എന്തൊരു ഭംഗിയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ആ കട്ടിക്കാർമേഘം വരുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കാർമേഘത്തിന് ശേഷം എനിക്ക് തീക്ഷ്ണ പ്രഭയോടുകൂടിയ സൂര്യൻ ഉദിക്കാൻ പോവുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ സൂര്യൻ ഉദിച്ചുയരാനുള്ളതായിട്ടുള്ള സമയമാണ് എന്ന് ആദ്യം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. കാരണം ആ ഒരു തിരിച്ചറിവ് നമ്മുടെ മനസ്സിനെ വീക്കാക്കാതെ പവർഫുള്ളാക്കിക്കൊണ്ട് അതിനെ ഫേസ് ചെയ്യാനുള്ള ശക്തി തരും. രണ്ടാമത്, ചില ആളോട് ഞാൻ പറയാറുണ്ട്, അതായത് എന്ത് പറഞ്ഞാലും നിങ്ങളൊന്നും മിണ്ടില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ എന്തും നിങ്ങളെ പറയാം എന്ന ഒരു ലൈസൻസ് എടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുടെ അടുത്ത് നിങ്ങൾ ശാന്തഗംഭീരമായി കൊണ്ട് 2 വാക്ക് പറഞ്ഞാൽ അവർ നിർത്തുന്നവരും ഉണ്ട്. അങ്ങനെയാണ് എങ്കിൽ, കാരണം ഇതിൻ്റെ പ്രതികരണം എങ്ങനെ വേണം എന്നുള്ളത് സാഹചര്യം അനുസരിച്ചിരിക്കും. ചിലരുടെ അടുത്ത് നിങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാൽ അതോടെ കൂടെ അത് കുറച്ചും കൂടെ വേസ്റ്റ് ആവുകയുള്ളൂ. അവിടെ നിങ്ങളുടെ സൈലൻസിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് ജയിക്കേണ്ടി വരും. ചില ആളുകളുടെ അടുത്ത് 2 വാക്ക് പറഞ്ഞിട്ട് അവരെ സൈലൻ്റ് ആക്കേണ്ടതായിട്ട് വരും. പക്ഷേ പറയുമ്പോൾ ഒരു കാര്യം മാത്രം, നിങ്ങൾ 2 വാക്ക് അവരോട് പറയാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം നമ്മുടെ ടെമ്പറേച്ചർ 100 ഡിഗ്രി ആയിട്ട് പറയാൻ പോകരുത്. നിങ്ങൾ 0 ഡിഗ്രി കൂൾ ആൻഡ് കാം ആയിക്കൊണ്ട് പറയേണ്ട കാര്യം ശക്തമായിട്ട് നിങ്ങൾക്ക് അവരോട് പറയാൻ പറ്റിയാൽ അവിടെ സ്റ്റോപ്പാക്കാനും നിങ്ങൾക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ മാത്രം, എല്ലാവർക്കും വേണ്ടി ലൈസൻസ് അല്ല ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ഇത്തരം ഒരു സന്ദർഭം ഒരു ദിവസം കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് എവിടെയും വരാറില്ല. അതൊരു തുടർച്ചയുടെ ഭാഗമായിട്ട് ജീവിതത്തിൽ വന്നു ചേരാറ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ കുരുങ്ങേണ്ടി വന്നാൽ അവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശുഭഭാവനയുടെ ശക്തിയാണ്.
അങ്ങനെ ഒരാൾ നിങ്ങളെ കരുതിക്കൂട്ടി തന്നെ അപമാനിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് അവർക്ക് പോസിറ്റീവ് വൈബ്രേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. അവർ വളരെ നല്ല ആളാണ്, എന്നോട് ഭയങ്കര സ്നേഹമാണ്, എന്നെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടതെന്നാണ് അവരുടെ വിചാരം. ഈ രീതിയിലുള്ള തോട്ട്സ് നിരന്തരമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. നമുക്കറിയാം അത് തെറ്റാണ്. ആ മൊമെൻറ്റിൽ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ നമ്മളോട് മോശമായിട്ടാണ് പെരുമാറുന്നതൊക്കെ അറിയാം. പക്ഷേ ആ ശുഭഭാവന ഈ ആത്മാവും നന്നാവും. ഈ ആത്മാവിൻ്റെ ഉള്ളിൽ 7 ഗുണങ്ങളുണ്ട്. ഇവരുടെ ഉള്ളിലും സത്യത്തിൻ്റെ ശക്തിയുണ്ട്, ഇവരുടെ ഉള്ളിലും സ്നേഹത്തിൻ്റെ ശക്തിയുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ അവരെക്കുറിച്ച് വിചാരിക്കാൻ തുടങ്ങിയാൽ പതുക്കെ 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 അവരുടെ ഉള്ളിൽ നിന്ന് ആ ഒരു നിങ്ങളോടതായി ചെയ്യുന്ന മോശമായ കർമ്മം ചെയ്യാൻ വരുമ്പോൾ ഉള്ളെവിടെയോ ഒന്ന് പിടിച്ചു വെക്കുന്ന പോലെ അനുഭവം പതുക്കെ പതുക്കെ അതിൻ്റെ ഡെപ്ത് കുറയാൻ തുടങ്ങും. ഇനി അഥവാ കുറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ശുഭഭാവനയ്ക്ക് മുന്നേ നമുക്ക് കൊണ്ടുവരേണ്ട വേറൊരു ഭാവനയുണ്ട്. അതിൻ്റെ പേരാണ് ദയാഭാവമെന്ന്. നിങ്ങൾക്കറിയോ, ഈശ്വരന് ഈ ലോകത്തിൽ ഒരു ജീവാത്മാവിനോടും ദേഷ്യമില്ല, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. വിവേകാനന്ദനും ബിൻ ലാദനും ഒന്നിച്ച് ഭഗവാന്റെ അടുത്ത് ചെന്നാൽ വിവേകാനന്ദൻ നീ നല്ല മോനാണ്, എൻ്റെ അടുത്ത് വാ, ബിൻ ലാദൻ്റെ അടുത്ത് നീ പോ, നീ എല്ലാവരും ഉപദ്രവിച്ച ആളല്ലേ എന്ന് പറയില്ല. എല്ലാ ജീവാത്മാവിനോടും ഭഗവാന് സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ 2 ഭാവമുണ്ടെന്ന് മാത്രം. വിവേകാനന്ദനെ കാണുമ്പോൾ വാത്സല്യത്തോടെ ഈ ലോകത്തിൽ നന്മയുടെ വിത്ത് വിതയ്ക്കാൻ വേണ്ടി നീ പരിശ്രമിച്ചു എന്ന് പറയുമ്പോൾ, ബിൻ ലാദനെ കാണുന്ന സമയത്ത് കരുണയാണ് ഉണ്ടായിരിക്കുക. എൻ്റെ പാവം കുട്ടി ഇത്രയും പേരുടെ ജീവൻ എടുത്തുകൊണ്ട് വലിയ പാപിയായി പോയല്ലോ, ഇവനെ രക്ഷിക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന കാരുണ്യത്തിൻ്റെ ഭാവം. ഇത് 2 ഭാവേ ഭഗവാനുള്ളൂ. ഭഗവാൻ ഒരിക്കലും ഒരു ജീവാത്മാവിനോട് ക്രോധമില്ല. അതുകൊണ്ട് ഭഗവാന്റെ ആ ഒരു ദയാഭാവത്തിന് നമ്മളെ ഒരുപാട് ഒരാൾ ഉപദ്രവിക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും ദുഃഖം കൊടുത്താൽ ദുഃഖം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് ഈ തന്നുകൊണ്ടിരിക്കുന്ന കർമ്മത്തിൻ്റെ കണക്ക് അവർക്ക് തിരിച്ചു വരേണ്ടി വരുമ്പോൾ, അനുഭവിക്കേണ്ടി വരുമ്പോൾ അവരവസ്ഥ എത്ര മോശമാവും. അതുകൊണ്ട് ആ അവസ്ഥയിലേക്ക് അവർ വീഴാതിരിക്കാൻ വേണ്ടി അവരോട് ദയാഭാവന. ഈ ആത്മാവ് ഈ സമയത്ത് രോഗിയാണ്, പരവശനാണ്. അതുകൊണ്ട് ഈ ആത്മാവിനും മംഗളം വരാൻ പറ്റട്ടെ, തൻ്റെ തെറ്റായ പാതയിൽ നിന്ന് മാറാനാവട്ടെ. അതുകൊണ്ട് എൻ്റെ സഹോദര ആത്മാവാണ്, എൻ്റെ സഹോദരൻ രക്ഷപ്പെടട്ടെ എന്നുള്ളതായിട്ടുള്ള ആ ദയാഭാവം ഉണ്ടല്ലോ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അവരോട് ദയാഭാവം കൊണ്ടുവരാൻ സാധിച്ചാൽ അവരുടെ തിന്മ നിങ്ങളുടെ ഉള്ളിൽ പ്രഭാവം ഉണ്ടാക്കാതിരിക്കും. അപമാനിക്കേണ്ടവർ അപമാനിക്കാൻ ശ്രമിക്കുമായിരിക്കും, അവരുടെ കർമ്മം അവർ ചെയ്യുമായിരിക്കും. പക്ഷേ അതിൻ്റെ പ്രഭാവം കൊണ്ട് നമ്മുടെ അവസ്ഥ താഴേക്ക് വീഴാതെ നിരന്തരമായിട്ട് അപമാനിക്കുമ്പോഴും നിങ്ങളുടെ അവസ്ഥയിൽ താഴേക്ക് വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ പോസിറ്റിവിറ്റിയുടെ പ്രഭാവം ചുറ്റുമുള്ള ആളുകൾ തന്നെ നിങ്ങളിനി അപമാനിക്കരുത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറ്റാനും പറ്റും. അതുകൊണ്ട് ദയാഭാവത്തിൻ്റെ ശക്തിയും ശുഭഭാവനയുടെ ശക്തിയും കൊണ്ട് നിരന്തരമായിട്ട് അപമാനിക്കുന്ന ആളുകളുടെ അടുത്തുനിന്ന് ആദ്യം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുക. രണ്ടാമത് ആ ആത്മാവിന് ശുഭഭാവനയുടെ ശക്തി കൊണ്ട് പാപകർമ്മത്തിൽ നിന്ന് തടയാനെങ്കിലും പറ്റും. ഒരു പക്ഷേ നിങ്ങളുടെ മിത്രമാകും എന്നൊന്നും എനിക്ക് പറയാനാവില്ല. കാരണം നിങ്ങൾ ആത്മാവായിട്ടുള്ള കാർമിക് അക്കൗണ്ട് ആ രീതിയിൽ അവസാനിക്കേണ്ടതായിരുന്നുവെങ്കിൽ അതവിടെ അവസാനിക്കുമായിരിക്കും. പക്ഷേ നിങ്ങളെ ഉപദ്രവിക്കുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങളോട് നല്ല ഭാവമുള്ള ഒരു വ്യക്തിയിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് അപമാനിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മൾ മുറിവേറ്റുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഉള്ളിലെ രക്തം വാർന്നുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ എനർജി പോയിക്കൊണ്ടേയിരിക്കുക എന്നാണ്. ഓരോ പ്രാവശ്യവും നമ്മുടെ എനർജി കുറയും തോറും എത്ര താഴുന്നുണ്ടോ അത്രയും എല്ലാവരും നമ്മുടെ മേലെ നിൽക്കാൻ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് മറ്റൊരാളുടെ അപമാനം കൊണ്ട് നമ്മുടെ ആ സെൽഫ് റെസ്പെക്റ്റ് കുറയാത്ത രീതിയിൽ അവർ പറയുന്ന കാര്യം അത് അവർക്കുള്ളതാണ്, എനിക്കുള്ളതല്ല, ഇങ്ങനെ പോസിറ്റീവ് തോട്ട്സ് എന്തൊക്കെ വേണം അത് പഠിച്ചു വെക്കണം. അങ്ങനെ ഒരു സന്ദർഭത്തിൽ കുരുങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് പോസിറ്റീവ് അഫർമേഷൻ, പോസിറ്റീവായിട്ടുള്ള സ്റ്റഡി, നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി മാക്സിമം നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ അവസ്ഥേനെ മാറ്റാനും അങ്ങനെയുള്ള ദിവസങ്ങൾ അധികം ദിവസം ഇല്ലാതെ വളരെ വേഗം കടത്തിവിടാനും പറ്റും. ഇല്ലെങ്കിൽ അവരെ അപമാനിക്കുന്നു, നിങ്ങൾ വീക്കാവുന്നു, നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് വൈബ്രേഷൻ വീണ്ടും അവരെ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കും. അവർ പിന്നെയും നമ്മൾ അപമാനിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ അപമാനിതമാകുന്ന ദുഃഖത്തിൻ്റെ ദിനങ്ങൾ നീട്ടാനേ പറ്റുള്ളൂ, നമുക്ക് കുറയ്ക്കാനാവില്ല. അതുകൊണ്ട് അവരുടെ അപമാനം സ്വീകരിക്കാതിരുന്നാൽ വളരെ വേഗം ആ ദുഃഖത്തിൻ്റെ ദിവസത്തെ മാറ്റിക്കൊണ്ട് ദുഃഖത്തെ കൂടെ സുഖത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി കുറേയും കൂടെ സ്ട്രെങ്തായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ്,
പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ, പോസിറ്റീവായിട്ടുള്ള സ്റ്റഡി, ഈശ്വരനുമായിട്ട് കൂടുതൽ ബന്ധത്തിലൂടെ ആ സുഖം അനുഭവിച്ചുകൊണ്ട് ഈ രീതിയിൽ അതിൻ്റെ പ്രഭാവത്തിൽ നിന്ന് അവനവനെ രക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരെ പാപത്തിൽ നിന്ന് മുക്തരാക്കാനുള്ളതായിട്ടുള്ള കർമ്മം ചെയ്ത് അവരെ കൂടി ഒന്നുകിൽ സഹയോഗി അല്ലെങ്കിൽ സഹായിയാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.